സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. എന്താണ് സംഭവമെന്ന് അറിയില്ല. ഇപ്പോൾ പരക്കെ ആളുകൾക്ക് കോഴികളെ വേണ്ട എന്നാണ് പറയുന്നത്. കയറ്റുമതിയിൽ വലിയ ഇടിവ് സംഭവിച്ചതുകൊണ്ട് കേരളത്തിൽ കോഴിവില 104 രൂപയ്ക്കൊക്കെ താഴെയായി. അതുകൊണ്ട് ഇനി കോഴിക്കറി കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ കോഴിക്കറി വാങ്ങിക്കഴിച്ചോ. ചില കോഴികൾ പിടിക്കപ്പെട്ടത് കൊണ്ടാണ് വൻ ഇടിവുണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കോഴിവില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പ്രേക്ഷകരുമായി ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കുവാനുള്ളത്. സംസ്ഥാനത്ത് കോഴിവിലയിൽ വൻ ഇടിവ്. ആവശ്യക്കാർ കുറഞ്ഞതിനൊപ്പം ഉൽപാദനം കൂടിയതാണ് വിലക്കുറവിന് കാരണമായത്. നിലവിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ചിക്കൻ വിൽപ്പന നടത്തുന്നത്. നിലവിൽ 170 മുതൽ 190 രൂപ വരെയാണ് 1 കിലോ ചിക്കന്റെ വില. ചിലയിടങ്ങളിൽ 160 രൂപയ്ക്കും ചിക്കൻ ലഭിക്കുന്നുണ്ട്. 6 മാസം മുമ്പ് 1 കിലോ ചിക്കൻ 280 മുതൽ 310 വരെയായിരുന്നു വില. ഇതാണ് ഇപ്പോൾ 160-ൽ എത്തിയിരിക്കുന്നത്. അതായത് 6 മാസം കൊണ്ട് 150 രൂപയാണ് 1 കിലോ ചിക്കന് കുറഞ്ഞിരിക്കുന്നത്. സമീപകാലത്ത് ചിക്കൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. ഇറച്ചിക്കോഴി വിപണിയിലെ ജനപ്രിയ ഐറ്റമായ ബ്രോയിലർ കോഴിക്ക് മൊത്ത വിപണിയിൽ വില 100-ൽ താഴെയാണ്. 3 ആഴ്ചയ്ക്ക് മുമ്പ് കിലോയ്ക്ക് 180 രൂപയായിരുന്ന വില കുത്തനെ ഇടിഞ്ഞ് 90-ൽ താഴെ. അതുകൊണ്ട് കോഴിയെ ഇപ്പം ആർക്കും വേണ്ടാന്ന്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതും വില ഇടിവിന് കാരണമായി. കേരളത്തിലുള്ള കോഴികൾ പോരാ, ഇനി തമിഴ്നാട്ടിൽ നിന്നും കൂടെ വന്ന് പണി തരണമെന്നാണ്, അല്ല കോഴിയുടെ ഇറച്ചിയുടെ. ഇതോടെ മീൻ വിഭവങ്ങൾക്കൊപ്പം ചിക്കനും മലയാളികളുടെ തീൻമേശയിലെ സ്ഥിരം സാന്നിധ്യമാവുകയാണ്. വിപണിയിൽ വില കുറഞ്ഞതോടെ കോഴി കർഷകർക്ക് പ്രതീക്ഷിച്ച ലാഭമില്ല. വരവിനേക്കാൾ വലിയ ചെലവാണ് ഇറച്ചിക്കോഴി കർഷകർ നേരിടുന്ന പ്രതിസന്ധി. ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില വീണ്ടും കൂടിയേക്കാവുന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ഇനി ഇതിപ്പോൾ കൂടാനൊന്നും പോകുന്നില്ല. അതിനിടെ അനുദിനം റെക്കോർഡിട്ട വെളിച്ചെണ്ണ വില ഇപ്പോൾ താഴേക്ക് വീഴുകയാണ്. ജൂലൈ അവസാന വാരം ലിറ്ററിന് 450 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇടയിൽ വ്യാപാരം നടത്തിയിരുന്ന വെളിച്ചെണ്ണ നിലവിൽ 400-ലേക്കാണ് വീണിരിക്കുന്നത്. വെളിച്ചെണ്ണ വാങ്ങുന്ന വീട്ടമ്മമാർക്ക് സന്തോഷിക്കാൻ, വെളിച്ചെണ്ണയുടെ വില 400 ആയിട്ടുണ്ട്. കേരാഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടെ വരും ദിവസങ്ങളിൽ വലിയ വിലയിൽ വീണ്ടും ഇടിവുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ഇതിനൊപ്പം പച്ചക്കറി വിലയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കിലോയ്ക്ക് 400 രൂപ വരെ എത്തിയിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ 90 മുതൽ 100 രൂപയാണ് മൊത്ത വില. വലിപ്പം അനുസരിച്ച് നിരക്കിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. സവാളയ്ക്ക് 25 രൂപയാണ് വില. ഏത്തപ്പഴത്തിനും വില കുറഞ്ഞിട്ടുണ്ട്. ഓണം സീസൺ ആയതിനാൽ ഏത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അത് നല്ലതായി. എന്നാൽ തക്കാളി, മാങ്ങ, ഈ കേരളത്തിൽ മാത്രം കിട്ടാവുന്ന ചില മാങ്ങകളുണ്ടല്ലോ, അപ്പോൾ തക്കാളി, മാങ്ങ, ക്യാരറ്റ് എന്നിവയ്ക്ക് വില കൂടിയിട്ടുണ്ട്. മാങ്ങയ്ക്ക് എങ്ങനെ വില കൂടാൻ വഴിയില്ലല്ലോ. മാങ്ങ ഇപ്പോൾ സീസൺ അല്ലല്ലോ. പിന്നെ സീസണാണോ മാങ്ങയുടെ? എനിക്കറിയില്ല കേട്ടോ. മാങ്ങ ഈ ഇടയായിട്ട് കേരളത്തിൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ചില സ്ത്രീകൾക്ക് ഇപ്പം മാങ്ങ വലിയ പിടുത്തം ഇല്ലെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മാങ്ങയുടെ വില തക്കാളിക്ക് 35 രൂപയാണ് വില. മാങ്ങയ്ക്ക് 50 രൂപ. നമുക്കാണ് പുച്ഛം. മാങ്ങയ്ക്ക് 50 രൂപ കൂടിയിട്ടുണ്ട്. ക്യാരറ്റിന് 60 രൂപയായി ഉയർന്നു. മൊത്തം വിപണിയിലെ വിലയാണിത്. ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ ഇതിൽ നിന്ന് 10 മുതൽ 20 രൂപ വരെ കൂടിയേക്കും. അതായത് മാങ്ങയ്ക്ക് 60-70 രൂപ വരെ. മാങ്ങയ്ക്ക് ഡിമാൻഡാണ് കേട്ടോ. ഇപ്പോഴും ഡിമാൻഡുണ്ട് മാങ്ങയ്ക്ക്. പക്ഷെ കോഴിയുടെ വില കുറഞ്ഞു പോയി എന്നുള്ളതാണ്. കോഴി വില കുറഞ്ഞ് മാങ്ങയ്ക്ക് ഡിമാൻഡ് കയറി. 70 രൂപയൊക്കെ കൊടുക്കണം മാങ്ങയ്ക്ക്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് മാങ്ങുള്ള ആളുകൾ വാങ്ങും, എനിക്കറിഞ്ഞൂടാ. എന്തായാലും കോഴി വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. ആസ്ഥാന കോഴികളുടെ ഉസ്താദുകളെ കോഴി വില കുറഞ്ഞിട്ടുണ്ട്. കോഴി ഇപ്പോൾ 90 രൂപയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആവശ്യം പോലെ കോഴി വാങ്ങാം. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ല് തൊണ്ടയെ കുടുങ്ങരുത്. കാരണം ഇപ്പോഴത്തെ കോഴികളെയും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. കോഴികൾ കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് കോഴികൾക്ക് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ്. പിന്നെ കോഴികൾക്ക് ഒരു നാണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഓരോ കോഴികൾ ഇറങ്ങി മൊത്തം കോഴിയുടെ ഇപ്പോൾ പടവും ഇതുമൊക്കെ വെച്ച് അവരെ കൂടെ നാറ്റിക്കുകയാണല്ലോ പലരും. അപ്പോൾ അതുകൊണ്ട് കോഴികൾ തന്നെ നാണിച്ചിപ്പോൾ സ്വന്തം വില കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് പല ട്രോളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഓണം അടുത്തു കഴിഞ്ഞു. അത്തം തുടങ്ങി. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിക്കിലും തിരക്കിലും ഒക്കെയാണ്. വസ്ത്രങ്ങൾ വാങ്ങണം, പച്ചക്കറികൾ വാങ്ങണം, വീട് ഒരുക്കണം, വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് സാധാരണ വില കൂടുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഏജിനൊന്നും
ഈ വില താങ്ങലും അല്ലെങ്കിൽ ഓണം കൃത്യമായി ആഘോഷിക്കലും ഒന്നും നടക്കില്ല. ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഊണൊക്കെ റെഡിമെയ്ഡ് ആയി കിട്ടും, അതും ഭയങ്കര വിലയാണ്. 420 500 രൂപയൊക്കെയാണ് ഊണിന്. നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്നത് പോലത്തെ രുചി വെളിയിൽ നിന്ന് വാങ്ങിയാലൊന്നും കിട്ടില്ലല്ലോ. പിന്നെ സമയമില്ലാത്തവർക്ക് അന്നത്തെ ഒരു ദിവസം അടുക്കള പൂട്ടി റെസ്റ്റ് എടുക്കണമെന്നൊക്കെ തോന്നുന്നവർക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഓണത്തിന് ചിക്കൻ നിങ്ങൾ മറക്കാതെ ഒരു വിഭവമാക്കി വെക്കുക. പിന്നെ മാങ്ങാക്കറി, മാങ്ങയ്ക്ക് വില കൂടുതലാണെങ്കിൽ നിങ്ങൾ വാങ്ങണം. അങ്ങനെയെങ്കിലും മാങ്ങ കച്ചവടക്കാർ രക്ഷപ്പെടട്ടെ. ഇപ്പോൾ മാങ്ങയെക്കുറിച്ച് മാത്രം ചർച്ചയായതുകൊണ്ട് മാങ്ങയ്ക്ക് മാങ്ങ അണ്ടിക്കും ഒക്കെ നല്ല വിലയുണ്ട് എന്നാണ്, അല്ലല്ല മാങ്ങ അണ്ടിക്കല്ല മാങ്ങയ്ക്ക് നല്ല വിലയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരും നല്ലൊരു ഓണം, എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. കാരണം ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഓണം. അതിന് മുൻപേ വില കൂടുമോ കുറയുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും ചിക്കൻ്റെ വില, ചിക്കൻ എന്ന് പറയുന്നതിനേക്കാളും കോഴി വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോഴാണ് സാധാരണ ഈ വടക്കോട്ട്, അതായത് ഈ തിരുവനന്തപുരം അങ്ങോട്ടേക്ക് ഈ ഇതില്ല, എന്താ പറയുക, ചിക്കനൊന്നുമില്ല ഓണത്തിന്. ചിക്കൻ, മീന് ഇതൊന്നും ഓണത്തില്ല. ഞങ്ങളുടെ തിരുവനന്തപുരംകാർക്ക് ഫുള്ള് സദ്യ മാത്രമാണ്. അന്ന് നോൺ വെജ് എന്ന് പറയുന്ന സാധനമേ നമ്മുടെ ആരുടെ അടുക്കളയിൽ ഉണ്ടാവില്ല. നമുക്ക് പിന്നെ സാമ്പാർ, പരിപ്പ്, സാമ്പാർ, രസം, മോര്, അവിയൽ, തോരൻ, കിച്ചടി. തോരൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടൊക്കെയുള്ള ഉപ്പേരിയാണ്. തോരൻ, കിച്ചടി, പിന്നെ എല്ലാ അച്ചാറുകൾ, ഇഞ്ചി അച്ചാർ, ഇഞ്ചി പുളിയല്ല ഇഞ്ചി അച്ചാർ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ എന്തെങ്കിലും ഒരു ഇപ്പം എല്ലാ കറികളൊന്നും അങ്ങനെ എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെ വെക്കാറില്ല. നമ്മളൊരു പരിപ്പ് വയ്ക്കും, ഒരു സാമ്പാർ വയ്ക്കും, രസം ഉണ്ടാകും, പിന്നെ മോരുണ്ടാകും, അഡീഷണൽ തൈര്, കട്ട തൈര് ഉണ്ടാവും, പിന്നെ അവിയൽ വയ്ക്കും, തോരൻ വയ്ക്കും, ഒന്നുകിൽ വെള്ളരിക്ക കിച്ചടി അല്ലെങ്കിൽ ബീട്രൂട്ട് കിച്ചടി, പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാകും. അച്ചാറുകൾ 3 കൂട്ടൻ ഉണ്ടാകും, 1 2 പായസം. ചിലപ്പം അത് നമ്മൾ അന്നത്തെ മൂഡ് അനുസരിച്ചാണ്. ചിലപ്പോൾ 2 പായസം വയ്ക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പായസം, അങ്ങനെ ഒരു പായസം കാണും. പിന്നെ ഇല വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് അമ്മയോടൊപ്പമൊക്കെ ഇരുന്ന് ഓണം ഉണ്ണുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയോടൊപ്പമൊക്കെ ഇരുന്ന് ഓണം ഉണ്ട്. പിന്നെ വൈകിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു വരിക. രാവിലെ എഴുന്നേൽക്കുക. സാധാരണയൊക്കെ നാട്ടിൽ ലീവിന് പോകുമ്പോൾ ഈ രാവിലെ ഉണരുക എന്നുള്ള പതിവൊന്നും ഇല്ല. കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാനാണല്ലോ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ സമയമൊക്കെ നല്ല കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ്. ഈ സമയങ്ങളിൽ ഉത്രാടപ്പാച്ചിൽ, പിന്നെ ഈ ഓണത്തിൻ്റെ അന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും അന്ന്. എല്ലാ ദിവസവും ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ പോയാൽ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നത്തെ ദിവസം കിട്ടുന്ന ഇഡ്ഡലി സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഇലക്കായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ടി വിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട്, അല്ലെങ്കിൽ കുറേ വർഷത്തെ അമ്മയുടെ പഴയ ഓണക്കാലത്തെക്കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ സംസാരിക്കും. പിന്നെ അമ്മയുടെ കല്യാണത്തിന് ശേഷമുള്ള ഓണക്കാലം എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അമ്മ സംസാരിക്കും. അങ്ങനെ ഭയങ്കര എൻജോയ് ഒരു മൂഡാണ് ഓണം എന്ന് പറയുമ്പോൾ. കൂടെ അമ്മയോടൊപ്പം കുറച്ചുകൂടെ ചേർന്നിരിക്കാൻ, കുറച്ച് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ചേർന്നിരിക്കും, സംസാരിക്കാറൊക്കെ ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേക സമാധാനമാണ് അമ്മയോടൊപ്പം ഇരിക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കും. പക്ഷേ കോഴി വില കുറഞ്ഞിട്ടുണ്ട്.